സാഹിബ് അവർക്കലാണ്. അദ്ദേഹമാണ് മൈലാപ്പൂർ പോലുള്ള പ്രദേശത്തെ ഇത്തരം ഉയർത്തിക്കൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ഇവിടെ ഒരു സ്കൂൾ തുടങ്ങി ഈ പ്രദേശത്ത് ഉയർത്തിക്കൊണ്ടുവന്നതിൽ അദ്ദേഹത്തിന് വലിയൊരു പങ്കുണ്ട്. ഇപ്പോൾ ഈ സ്കൂളിന്റെ മാനേജർ അദ്ദേഹത്തിന്റെ മകനായ ശ്രീ ഷാജഹാൻ സാറാണ്. അദ്ദേഹം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്ന ഒരു മാനേജ്മെന്റ് തന്നെയാണ് നമ്മുടെ യൂനുസ് സാഹിബ് തുടങ്ങി വെച്ച എന്താണോ അത് വളരെ ഭംഗിയായിട്ടാണ് അദ്ദേഹത്തിന്റെ മക്കൾ കൊണ്ടുപോകുന്നത്. So
ഒരു പാട്ട് കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ശ്രീമതി ഉണ്ണി ടീച്ചർ, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ബഹുമാനപ്പെട്ട ടീച്ചേഴ്സ്, ഇതിൻ്റെ പേര് പോകുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണം ഇടുക്കിയിലുള്ള ഒരു ഗ്രാമത്തിൽ, നെടുകണ്ടം എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിന്ന് അഭിർഭാവ് എന്നൊരു കൊച്ചുകുട്ടി, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുകുട്ടി, ഇന്ന് ഇന്ത്യ ഒട്ടുക്ക് അറിയപ്പെടുന്ന ഒരു ഗായകൻ കൂടിയാണ്. ആവർത്തിക്കരുത് എന്ന് പ്രത്യേകം ഞാൻ കാര്യം ഇതെല്ലാം നാട്ടുകാർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം അത് മനസ്സിലാക്കുക. അവർ റിയാക്ട് ചെയ്താൽ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ട്
വേദിയിലും പെരുമാറാൻ എന്നും കൂടെ ഓർമ്മപ്പെടുത്തുകൊണ്ട് ഞാൻ കാണാൻ പറ്റില്ല. ആ ചിരി കണ്ടില്ലേ? എന്തായാലും ഇന്ന് ഇവിടെ വന്ന് നിങ്ങളെ കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് പഴയ നൊസ്റ്റാൾജിക് പാട്ടുകൾ കേൾക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ നിൽക്കുന്ന പ്രായം കൂടിയ ആൾക്കാർക്കെല്ലാം വലിയ സന്തോഷമായിരുന്നു ആ പാട്ട് കേട്ടത് അല്ലേ? കുട്ടികൾക്ക് അത്ര വരത്തില്ലെങ്കിലും പക്ഷെ എങ്കിലും ആ ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. ആ ചിത്രത്തില് ആ ലാസ്റ്റ് മോഹൻലാൽ പറയുന്നില്ലേ, എന്നെ ദുഃഖിപ്പില്ലാതിരിക്കാൻ പറ്റില്ല അല്ലേ എന്ന് പറയുമ്പോൾ ഉള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര സൂപ്പറായിരുന്നു. അപ്പോൾ ഞാനും പ്രസംഗത്തിലൊന്നും നിൽക്കുന്നില്ല. നിങ്ങൾക്കറിയാം ഈ കാലഘട്ടത്തിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. ഞാൻ ഒരു 2 വാക്ക് മാത്രം പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ട് ഓടിക്കണം. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ലോകത്തേക്ക് നിങ്ങൾ പോവുകയാണ്. ടീച്ചേഴ്സ് ഉൾപ്പെടെ ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് നിങ്ങൾ കടന്നില്ല എങ്കിൽ നിങ്ങളുടെ മുന്നിൽ വരുന്ന കുട്ടികൾക്ക് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു കൊടുക്കാനില്ലാത്തൊരു സ്ഥിതിയിലേക്ക് പോകും. അപ്പം നമ്മുടെ ജോലിയൊക്കെ കീഴടക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പുതിയ ജോലി സാധ്യതകളാണ് ഇപ്പോൾ കൂടി വരുന്നത്. എഞ്ചിനീയറിംഗ് മേഖലയിൽ ഞങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് അപ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ചുകൾ ചെയ്യുന്നു. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമുക്ക് ദോഷമല്ല, എന്നാൽ ഗുണമല്ല ദോഷമല്ല, അങ്ങനെ ഒരു വല്ലാത്തൊരു പരുവത്തിലാണ് ഇപ്പോൾ പോകുന്നത്. പക്ഷേ ഏതൊരു പുതിയ ടെക്നോളജി വരുമ്പോഴും ആദ്യം ഒരു പ്രതിസന്ധിയാണ്, പിന്നീട് നമ്മുടെ ലൈഫായിട്ട് ചേർന്നങ്ങ് പോകും. എന്ന് പറഞ്ഞതുപോലെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കുട്ടികൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്ത് അത് സ്വായത്തമാക്കണം. ഭാവിയിൽ അതാണ് ലോകം ഭരിക്കാൻ പോകുന്നത്. അങ്ങനെ ഇതിൻ്റെ സാധ്യതകൾ അന്വേഷിച്ച് പോയപ്പോഴത്തേക്ക് ഞാൻ ഒരു ദിവസം മൊബൈലിൽ പല ആപ്പുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് പിന്നെ വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സോങ് എന്ന് പറഞ്ഞൊരു സാധനങ്ങൾ. അപ്പോൾ നമ്മൾ ഒരു പാട്ട് എഴുതി നമ്മൾ കൊടുത്താൽ, എന്നിട്ട് നമ്മുടെ ഒരു സാഹചര്യം പറഞ്ഞു കൊടുത്താൽ അതിൽ ഏത് ടെമ്പോയിൽ, ഏത് സങ്കടത്തിൽ വേണോ, ഒരു സന്തോഷത്തിൽ വേണോ, അതിലെ നൊസ്റ്റാൾജിക് വേണോ, അങ്ങനെ പല വാക്കുകളുണ്ട് ഇത് പാട്ട്. ആ നമ്മൾ മൂഡ് പറഞ്ഞു കൊടുക്കുമ്പോൾ അതനുസരിച്ച് ആ പാട്ട് ട്യൂൺ ചെയ്ത് ഇനി വരിക. പാട്ടുകാരൻ വേണ്ട, മ്യൂസിക് ഡയറക്ടർ വേണ്ട, ഒരു സംഗതിയും വേണ്ട. നിങ്ങൾക്ക് എഴുതാൻ അറിയാവോ, എഴുതി കൊടുത്താൽ പാട്ട് വരും. ഇനി എഴുതാൻ അറിഞ്ഞൂടെ, നിങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ഭാവന വേണം. ചുമ്മാ പറയാം, ഒരു ഭാവന കൊടുക്കുമ്പോൾ ആ ഭാവനയ്ക്കനുസരിച്ച് പാട്ട് വരും. അപ്പോൾ അത്തരം ഞാനങ്ങനെ എൻ്റെ ഒരു ബാല്യകാലം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പാട്ട് എഴുതി. അപ്പം എനിക്കിന്ന് ഞാൻ ആ പാട്ട് എഴുതി ഇവരെ റിലീസ് ചെയ്തില്ല. ആ പാട്ട് ഇന്നിപ്പം പ്രശസ്തമായ ഒരു പിന്നണി ഗായക നമ്മുടെ കൂടെ ഉള്ളപ്പോൾ, അപ്പോൾ ഈ സ്റ്റേജിൽ വെച്ച് ഞാൻ ആ പാട്ട് റിലീസ് ചെയ്യുകയാണ്. ഇനി അത് യൂട്യൂബിലും മറ്റുമൊക്കെ വരും. അപ്പോൾ അത് ടീച്ചറുടെ അനുവാദത്തോടു കൂടി ഞാൻ ആ പാട്ട് കുറച്ചൊന്ന് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് പ്രസംഗത്തിലേക്ക് വരാം. ആ പാട്ട് പ്ലേ ചെയ്യാൻ ഇത് ഡാൻസ് ആണല്ലോ തോന്നിയ ഡാൻസ് ആടിക്കും കേട്ടോ, ടീച്ചർമാരൊന്നും പറയുന്നില്ല. ഇട്ടോ ഞാനൊരു കവിയോ പാട്ടുകാരനോ ഒന്നുമല്ല. എനിക്ക് അന്നേരം ഒരു ഭാവന തോന്നി. എൻ്റെ വീട്ടിലെ പരിസരത്തിരുന്നപ്പം ആ നെല്ലിക്കായ മരവും കണ്ടപ്പോൾ അങ്ങനെ എഴുതി ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ കൊടുത്തപ്പോൾ അവർ ഒരുപാട് മ്യൂസിക് തന്നു. അതിലെനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം എടുത്തു. അത് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യണമെന്ന് എന്തായാലും ഇവിടെ വെച്ച് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയിട്ട് വളരെയധികം സന്തോഷം. താങ്ക് യു വെരി മച്ച്. ഇനി ഞാനൊരു പാട്ട് പാടാം. ഗായിക വലിയ ആൾക്കാരിക്കുമ്പോൾ പാട്ട് ശരിയല്ല, എങ്കിലും മിസ്റ്റേക്ക് ക്ഷമിക്കുക. പിള്ളേർക്ക് വേണ്ടിയാണ്. ഓക്കെ, കരോക്കെ ഒന്നും വേണ്ട, പാട്ട്.
ഒരു ഓലക്കുടയുമെടുത്ത് ചെറുഞാറു നടന്നൊരു കാല തന്നു ഓടി നടന്നൊരു പെണ്ണെ കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ട് വരച്ച് വാർമുടിയൊക്കെ വിരിച്ച് നല്ല ചേരുള്ള പാവാടയിട്ട് ആ തൊട്ടോരത്തുള്ളൊരു കൈതോലക്കൂട്ടത്തിനോരത്തു നിൽക്കണൊരാൽമരത്തിൽ ചോട്ടിലിരിക്കണ ദേവിക്ക് ചാർത്തുവാൻ പൂവുകൾ കൊണ്ടുപോയോ പെണ്ണെ പൂവുകൾ കൊണ്ടുപോയോ പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കുടയുമെടുത്ത് ചെറുഞാറു നടന്നൊരു കാല തന്നു ഓടി നടന്നൊരു പെണ്ണെ പാടന്റെ പാട്ടിനൊത്ത് താളം പിടിക്കും പെണ്ണ് താളത്തിനൊത്ത് നല്ല ചോട് വെച്ചിടും പാടത്തിനോരത്തവളെന്നും ഇടയ്ക്കും തെച്ചി പൂവ് പറിക്കാനായി മെല്ലെ നടക്കും പാൽക്കാരൻ പയ്യനെ കാണാൻ വാഗമരത്തിന്റെ ചോട്ടിൽ നിന്നും ആരുമാറിയാതെ അവളൊന്നും മെല്ലെ നോക്കിയിടും പിന്നെ പുഞ്ചിരി തൂകിയിടും പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കുടയുമെടുത്ത് ചെറുചാറു നടന്നൊരു കാല തന്നു ഓടി നടന്നൊരു പെണ്ണെ കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ട് വരച്ച് വാർമുടിയൊക്കെ വിരിച്ച് നല്ല ചേരുള്ള പാവാടയിട്ട് തൊട്ടോരത്തുള്ളൊരു കൈതോലക്കൂട്ടത്തിനോരത്തു നിൽക്കണൊരൽമരത്തിൽ ചുട്ടിലിരിക്കണ ദേവിക്ക് ചാർത്തുവാൻ പൂവുകൾ കൊണ്ടുപോയോ പെണ്ണെ പൂവുകൾ കൊണ്ടുപോയോ അപ്പൊ ഇതേപോലെ സ്മാർട്ടായിട്ട് നിങ്ങൾ മുന്നോട്ട് വരണം കേട്ടോ. കിട്ടുന്ന അവസരം പാഴാക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഏത് അവസരവുമായാലും നിങ്ങൾ അതിന് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. ഇന്നിപ്പോൾ നിങ്ങളിവിടെ കൂടിയിരിക്കുന്നത് നിങ്ങളുടെ കലോത്സവം കേരളത്തിൻ്റെ പ്രിയങ്കരിയായ പാട്ടുകാരി ലതിക ടീച്ചർ, നമ്മുടെ ട്രസ്റ്റിൻ്റെ ചെയർമാൻ ഷാജഹാൻ സാഹിബ്, സെക്രട്ടറി നൗഷാദ് സാഹിബ്, സ്കൂൾ പ്രിൻസിപ്പൽ ജസീന ടീച്ചർ, ലക്ഷ്മി ടീച്ചർ, സജില ടീച്ചർ, പ്രിയങ്കരായ PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, പ്രിയമുള്ള ടീച്ചേഴ്സ്, കുട്ടികളെ, ഏറ്റവും വലിയൊരു പരിപാടി എനിക്ക് തോന്നുന്നത് ഈ കേളികൊട്ട് എന്ന് പറയുന്ന ഈ സ്കൂൾ കലോത്സവത്തിന് കിട്ടിയ, ഈ കേരളത്തിൽ ഒരു സ്കൂൾ കലോത്സവത്തിന് കിട്ടിയ ഏറ്റവും വലിയ തുടക്കമായിരിക്കും പ്രിയങ്കരിയായ ലതിക ടീച്ചറിൻ്റെ പാട്ടോടുകൂടിയ ഈ ഉദ്ഘാടന കർമ്മം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ സ്കൂൾ തലം മുതൽ തുടങ്ങി സംസ്ഥാന തലം, ഇപ്രാവശ്യം സംസ്ഥാന തല മത്സരം നടക്കുന്നത് തിരുവനന്തപുരമാണ്. കഴിഞ്ഞ വർഷം കൊല്ലം ജില്ലയിലായിരുന്നു നടന്നിരുന്നത്. അപ്പോൾ സബ് ജില്ലാതല മത്സരം അടുത്ത മാസം മുതൽ ആരംഭിക്കുകയാണ്. ഞാനും ഒരു സംഘാടകനാണ് സബ് ജില്ലാ കലോത്സവത്തിൻ്റെ. അപ്പോൾ അതിൻ്റെ വെന്യൂയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. എന്നിരുന്നാലും നമ്മൾ സ്കൂൾ തുറന്ന് ആ ഫസ്റ്റ് ടൈം കഴിയുന്നത് മുതൽ തന്നെ നമ്മുടെ ഒരുക്കങ്ങൾ ആരംഭിക്കുന്നുണ്ട് എല്ലാ സ്കൂളുകളും. അതിന് മുന്നോടിയായാണ് നമ്മുടെ സ്കൂളും ഇത് ആരംഭിച്ചിരിക്കുന്നത്. നമ്മുടെ സെക്കൻഡ് ടൈമിലെ പഠനത്തോടൊപ്പം തന്നെ നമ്മുടെ കലാവാസനകളെ ഉണർത്തിക്കൊണ്ട് നല്ല ഗ്രേസ് മാർക്കോട് കൂടിയാണ് സർക്കാർ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ്, നമ്മുടെ കലകളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഈ ഗ്രേസ് മാർക്ക് വെച്ചിരിക്കുന്നത്. അപ്പോഴേ നമ്മൾ അതിനായിട്ട് മുന്നിട്ടിറങ്ങിയാണ് ചെയ്യുന്നത്. നമ്മൾ ഇറങ്ങുമ്പോൾ വെറും മത്സരത്തിനപ്പുറം നമുക്ക് മത്സരത്തിൽ പങ്കെടുക്കണം എല്ലാവരും. എന്നിരുന്നാലും മാക്സിമം എ ഗ്രേഡ് കൂടി ജില്ലയിൽ മത്സരിക്കാനുള്ള ഒരു പോയിന്റ് നമ്മുടെ സ്കൂളിൽ നേടിക്കൊടുക്കുക എന്നുള്ളതാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നവരുടെ ലക്ഷ്യമാവേണ്ടത്. അപ്പോഴേ നിങ്ങളെല്ലാവരും, നമുക്കറിയാം ഷാജഹാൻ സാർ
നമ്മുടെ കുട്ടികളും എല്ലാവരും കൂടി ചേർന്ന് ലതിക ടീച്ചറിന് ഒരു ഉപഹാരം ഇവിടെ സമർപ്പിക്കുകയാണ്. ആ ഉപഹാരം നൽകുന്നതിന് വേണ്ടി സ്കൂളിന്റെ ആരാധ്യയായ പ്രിൻസിപ്പൽ ജസീന ടീച്ചറിനെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ലതിക ടീച്ചറിനെ തെന്നിന്ത്യൻ ചലച്ചിത്ര വേദിയിൽ ഒരു കാലത്ത് ഇന്നും അടിയുറച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കലാകാരി ലതിക ടീച്ചറിനെ ക്ഷണിക്കുന്നു. ആദ്യമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സയൻസ് ടീച്ചർ ഓട്ടോടി അധ്യാപിക സുധ ടീച്ചറാണ് AKM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ തുടക്കം തൊട്ട് AKM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി അനുവദിച്ച കാലം തൊട്ട് ഈ സ്കൂളിനോടൊപ്പം നിന്ന സുധ ടീച്ചർ ഒരു തവണ ഞാൻ സയൻസിലെ കുട്ടികൾ പറയുന്നത് ഒരു തവണ ക്ലാസ്സിൽ പഠിപ്പിച്ചാൽ പിന്നീട് വീട്ടിൽ പോയി പഠിക്കേണ്ട അവസ്ഥ ആ കുട്ടികൾ ഉണ്ടാകാത്ത അത്രത്തോളം രാജാരവി പറഞ്ഞ കവിത പോലും ടീച്ചർ ഒരുപക്ഷെ ഏറ്റവും ആദരപൂർവ്വം ഈ ഉപകാരം ഏറ്റുവാങ്ങുവാൻ വേണ്ടി ക്ഷണിക്കുന്നു. അടുത്തത് ഹ്യൂമാനിറ്റീസ് അധ്യാപിക ബിന്ദു ടീച്ചറാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ സ്കൂളിൽ റോട്ടറി ക്ലബ്ബ് പോലുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കുടിവെള്ളം മുതൽ ലാപ്ടോപ്പ് വരെ മൊബൈൽ ഫോൺ മുതൽ പുസ്തകങ്ങൾ വരെ സമ്മാനമായി കൊടുത്ത് ഇന്ന് ആ ഒരു പുസ്തകം പോലും ടീച്ചറിന് നമ്മുടെ സ്കൂളിൽ സ്വന്തമായിട്ട് എഴുതി ഇന്ന് നിരവധി അവാർഡുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ബിന്ദു ടീച്ചറെ സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു. ഈ വർഷം ബിന്ദു ടീച്ചർ NSSന്റെ പ്രോഗ്രാം ഓഫീസർ ബിന്ദു ടീച്ചറാണ്. ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ടീച്ചർ എഴുതിയ ക്യാൻസറിന്റെ കീഴികൾ എന്ന പുസ്തകത്തിന്റെ ഒരു ഒരിക്കൽ കൂടി ഒരു മാസം ഉപയോഗമായി എല്ലാവരും ഈ പുസ്തകം വാങ്ങി. എനിക്ക് തോന്നി ഈ പുസ്തകത്തിൽ കിട്ടുന്ന വരുമാനം പോലും ടീച്ചർ ക്യാൻസർ രോഗികൾക്കായിട്ട് മാറ്റിവെക്കുവാനാണെന്നാണ് ഞാൻ കരുതുന്നത്. അടുത്തായിട്ട് നാഷണൽ സർവീസുള്ള നാഷണൽ സർവീസ് സാധാരണമായ പ്രാഗൽഭ്യത്തോടെ നാഷണൽ സർവീസ് സ്കീമിനെ മുന്നോട്ട് നയിച്ച് നിങ്ങൾക്കെല്ലാം അറിയാം, തൊട്ടടുത്ത സ്റ്റേറ്റിലെ തൊഴിലാളികൾ ഇന്നും മിനി ടീച്ചറിനും NSS കുട്ടികൾക്കുമായി കാത്തിരിക്കുകയാണ്. എല്ലാ മാസവും 30-ാം തീയതി അവർക്ക് നൽകുന്ന പൊതിച്ചോർ ദിവസം 30 രൂപ മാത്രം ശമ്പളിക്കുന്ന ഒരു പാവപ്പെട്ട അമ്മയ്ക്കും പൊതിച്ചോർ നമ്മുടെ പ്രിയ ടീച്ചർ. അത് മാത്രമല്ല, ഒരു ഈ സ്കൂളിൽ എല്ലാ ദിവസവും ചിലവേറ്റെടുക്കുന്ന ഈ സ്കൂളിൽ NSS സർവീസ് നാഷണൽ സർവീസ് മിനി ടീച്ചറെ ടീച്ചർ ഈ വർഷം നമ്മളോട് ഔപചാരികമായി കുട്ടികളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, കൃത്യമായി ക്ലാസ്സുകൾ എടുക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും വൈകാരികമായി സാലു ടീച്ചറിനെ വളരെ ഹൃദയപൂർവ്വം